2014 വരെ അങ്ങയുടെ വ്യത്യസ്ത റൈറ്റിംഗ് മനസ്സിലാക്കാൻ അങ്ങ് വിശ്വാസിയാണ്. 2013, 14 വരെ 2010 ജോസഫ് മാഷിന്റെ സംഭവം ഉണ്ടായത്. അങ്ങനെ കൈവിട്ടാൻ തോന്നിയോ? അന്ന് വിശ്വാസിയാണ്. തോന്നിയിട്ടുണ്ട്. നമ്മുടെ നിയമത്തെ പേടിച്ച് മാത്രം മൂപ്പരുടെ നേച്ചർ അനുസരിച്ച് മനുഷ്യന്മാർക്ക് ഒരു പ്രത്യേകത. ചില ആളുകൾ ഭയങ്കരമായിട്ട് ഈ ഗോത്രീയ സ്വഭാവം കാണിക്കും. അതായത് ഭയങ്കര അഗ്രസീവ് ആയിരിക്കും. അഗ്രസീവ് എന്ന് അവരെ സംബന്ധിച്ചൊന്നുമില്ല. ഓൾഡ് ഇന്റേണൽ ഗ്രൂപ്പ് എന്ന സംഭവത്തിന് മാത്രമേ ഫോക്കസ് ചെയ്യുന്നത്. ഇന്റേണൽ ഗ്രൂപ്പിന് പുറത്തുള്ള ആൾക്കാർ ഭയങ്കര എന്താ പറയാ, ദേഷ്യത്തോടുകൂടി അഗ്രസീവായിട്ട് ഒരു ക്രൂവൽറ്റിയോടെ ക്രൂരതയോടെ സാഡിസ്റ്റുകളൊക്കെ ആയിട്ടുള്ള ആളായിരിക്കും. അതേപോലെ മറ്റേ ഒരു ആക്രമിക്കാനൊക്കെ ഒരു ഹെയ്റ്റ് നമ്മൾ കൊണ്ടുവരുന്ന ആൾക്കാർക്ക് എല്ലാ മതങ്ങളിലും ഉണ്ടാവും, എല്ലാ വിഭാഗങ്ങളും ഉണ്ടാവും. അതുകൊണ്ട് നമുക്ക് എല്ലാ മതങ്ങളിലും എല്ലാ വിഭാഗങ്ങളിലും എന്താ പറയാ ഈ തരത്തിലുള്ള നേച്ചർ കാണിക്കുന്ന ആളുകൾ കാണാൻ കഴിയും. ഈ ആരിഫ് ആക്ച്വലി ഇപ്പോൾ പറയുന്നത് ആരിഫാണ് പറഞ്ഞത്. ആരിഫ് തെളിവ് വന്നിരിക്കുകയാണ്. ആരിഫ് ആ തരത്തിലുള്ള ആളാണ്. അഥവാ തന്റെ ഗ്രൂപ്പിന് പുറത്തുള്ള ആളുകളെ ദേഷ്യത്തോടു കൂടി കാണുന്ന, അവർക്കെതിരെ വെറുപ്പ് പ്രചരിപ്പിക്കുന്ന, അവരെ ആക്രമിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ആരിഫ്. അതേ സംഭവമാണ് ഇപ്പൊ ചെയ്യുന്നത്. നുണ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഒരു സമുദായത്തിനെതിരെ അവിടെ മതത്തെ പഠിപ്പിക്കാത്തവരെ പഠിപ്പിച്ചു പറയാം, അവിടെ മതത്തിൽ ഇല്ലാത്ത നിയമം ഉണ്ടെന്ന് പറയാം, ഖുർആൻ ഇല്ലാത്തവരുണ്ടെന്ന് പറയാം, ഹദീസ് ഇല്ലാത്തവരുണ്ടെന്ന് പറയാം. ഇതൊക്കെ എന്തിനാ? ഇതേ സംഭവം അയാൾക്ക് എന്താണോ അന്ന് ജോസഫ് മാഷിന് തോന്നിയത് അതേ കാര്യം ഇന്ന് മുസ്ലിങ്ങളുടെ തോന്നുന്നു. സിംപ്ലി ഓർമ്മയില്ല. അയാളുടെ ഗ്രൂപ്പിലേക്ക് മാത്രം അയാൾ ചുരുങ്ങുന്നു. അയാളുടെ ഗ്രൂപ്പിന് പുറത്തുള്ള ആൾക്കാരൊക്കെ ശത്രുക്കളായിട്ട് കാണുന്നു, മനുഷ്യന്മാരല്ലാതായിട്ട് കാണുന്നു. ആരിഫ് നമ്മൾ തെളിവാണ്.